സൗവർണിക, വേദന കണ്ടുപിടിക്കാൻ ഇപ്പൊ നമുക്ക് ഒരുപാട് മെഷീൻസ് ഉണ്ട്, പക്ഷെ വേദന ഉണ്ടോ, എത്രത്തോളം വേദനയുണ്ട് എന്നറിയാൻ മെഷീൻ ഇല്ല. അങ്ങനെ ഒരു മെഷീൻ കൂടി ഈ നമ്മുടെ ആരോഗ്യ വകുപ്പിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അമ്പേ പരാജയമാവുമായിരുന്നു. ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നത് സൗപർണയെ ശ്രദ്ധിച്ചു കാണുമല്ലോ, എന്തൊക്കെയായിരുന്നു അഭിനയവും ഷോയും എല്ലാം. അല്ല, എന്നിട്ട് ഒരു ചർച്ചയിൽ വന്നിരുന്ന് പറയുകയും ചെയ്തു, ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്ന എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന്. ഇവിടെ പീഡിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങൾ പരാതി കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിനേക്കാൾ വെർബൽ റേപ്പുകളാണ് അനുഭവിക്കുന്നത്. അതിനേക്കാളും വലുതാണോ ഈ അഭിനയിച്ച കഴുത്തുളുക്ക്? എന്തായാലും പെടലിയെന്നൊരു പേര് കിട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് KSU പ്രവർത്തകരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് മുറിവോ ചതവോ ഒന്നും ഏറ്റിട്ടില്ല. അല്ല, ഇപ്പൊ ഈ പരിശോധനയിൽ ഇതൊക്കെ തെളിയുമെന്നുള്ളൊരു ബോധം ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല, അല്ലെങ്കിൽ മുതിർന്നൊരു മാധ്യമ പ്രവർത്തകയല്ലായിരുന്നോ? അവർക്ക് ആ ഒരു ബോധവും ഇല്ലേ? ഇപ്പൊ ആരായാലും ശരി നിർദ്ദേശം കൊടുക്കുന്നു, ഇങ്ങനെ അഭിനയിച്ചേക്ക് എന്ന് പറയുമ്പോൾ സ്വന്തം ബോധം, അതായത് ഇപ്പൊ ഈ ആൾക്കാരെല്ലാം എടുത്ത് ട്രോളുന്നതിനെ കുറിച്ച് അവർക്കൊരു ബോധം അല്ല ചേച്ചി, അതിന്റെ അത് മറ്റൊരു കാര്യമുണ്ടല്ലോ, ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പ് രണ്ടും കയ്യിലാ. അപ്പൊ ഇവർക്ക് മാനിപ്പുലേറ്റ് പറ്റുമെന്ന് കരുതിയിട്ടുണ്ടായിരിക്കണം. പക്ഷെ എന്റെ ഒരു സംശയം എന്താ അറിയാമോ, പോലീസ് ഉദ്യോഗസ്ഥരാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. KSUക്കാര് ഡയറക്റ്റ് ആക്രമിക്കുന്നു അവരുടെ കയ്യിൽ കരിങ്കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആക്രമിച്ചില്ല, ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്നും സാക്ഷി പറഞ്ഞ പോലീസുകാരുണ്ട്. അവരുടെ അവസ്ഥ ഇനി എന്താകുമെന്നാണ് എനിക്കറിയാം. എനിക്ക് തോന്നുന്നതേ അവർക്ക് ഏകദേശം മനസ്സിലായ, കാരണം ഭരണമാറ്റം ഉറപ്പാണ്, കേരളത്തിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. കാര്യം തെരഞ്ഞെടുപ്പിന്റെ സമയമല്ലേ, ഇനി എന്തായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്താലും അത് തിരിച്ചടിക്കുമെന്നറിയാം. അതുകൊണ്ട് എടുത്തു ചാടി ഇനി ഒന്നും ചെയ്യാനാകില്ല. ഇനി ആഭ്യന്തര വകുപ്പിന് ഒന്നും, അല്ലെങ്കിൽ ഈ പോലീസുകാരെ പിണറായി വിജയന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അപ്പൊ ഈ മൊഴി കൊടുത്ത പോലീസുകാർ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഭരണം മാറും, ഞങ്ങൾ സത്യമാണ് പറയുന്നത്, സത്യത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണല്ലോ. മറിച്ച് ഭരണം മാറിയില്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ കഷ്ടകാലം പോവുകയാണ്. അവർ എഴുതി വെച്ചോ, അതിൽ വേറെ എവിടെ ഗൾഫിലെങ്ങാനും പോകാൻ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി അവരെ അനുഭവിക്കുന്നത് ചില്ലറ ആയിരിക്കില്ല ഇനി, ഇപ്പൊ ഇതിനെതിരെ സാക്ഷി പറഞ്ഞത് കൊണ്ട്. അപ്പോ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് ഉദ്യോഗസ്ഥർ സാക്ഷി പറയുമെന്ന ഒരു മിഥ്യാധാരണയിലായിരുന്നിരിക്കുമോ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി? എന്തായാലും അല്ല ചേച്ചി, ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ഒരു കാര്യം നടക്കുന്നു, പൊതുജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ വലുതായി സംഭവിച്ചു എന്ന ആ ഒരു രീതി ചേച്ചി കണ്ടതല്ലേ? ആ ഒരു സാമാന്യ ബോധം ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുവോ? കാരണം CCTV ഉണ്ട്, അവിടെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുണ്ട്, എല്ലാവരും ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പോ ഈ KSU പ്രവർത്തകർ എന്തായാലും DYFI പ്രവർത്തകരെ പോലെ അല്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയാമായിരിക്കുമല്ലോ. പണ്ടേ കേൾക്കുന്നതാണ്, അടി കൊള്ളാൻ KSUക്കാരെ കിട്ടില്ല, കാരണം അവർ ഓടിക്കളയും എന്നുള്ള അങ്ങനെ ഒരു പറയാറുണ്ടല്ലോ. അപ്പോ ഈ KSUക്കാർ മാരകായുധമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമെന്ന് ഒരു പൊട്ടം പോലും വിശ്വസിക്കില്ല. അപ്പൊ ആ ഇടത്താണ് കരിങ്കൊടിക്കിടയിൽ അവർ മാരക ആയുധങ്ങളുമായി വന്നു ആക്രമിച്ചു. ദൃശ്യങ്ങളിൽ അപ്പോഴേ വ്യക്തമായിരുന്നു. എന്നിട്ട് ഇവർ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞതിനെ വിമർശിച്ചില്ലേ? പാർട്ടിക്കാർ വിമർശിച്ചില്ലേ? ഈ പറയുന്നതാണ് കുറ്റമെന്നായിരുന്നു. ദൃശ്യങ്ങൾ കണ്ട ഈ പാർട്ടി സെക്രട്ടറി, പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് എന്താണ്? ഇതിനെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത്. അല്ല, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, KSUക്കാർ ഒന്നും ചെയ്തിട്ടില്ല, കരിങ്കൊടിയോ ഉണ്ടായിരുന്നല്ലോ, വളരെ കൂളായാണ് മന്ത്രി പോയത്, വധിക്കാനാണ് ശ്രമം. അല്ല, വളരെ കൂളായാണ് മന്ത്രി പോയത്, പിന്നീടാണ് മന്ത്രിക്ക് വയ്യാതാവുകയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇതൊക്കെ ഒരു നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയതെന്നാണ് മിക്ക റിപ്പോർട്ടർമാരും റിപ്പോർട്ട് ചെയ്തത്. അവര് ഈ മറ്റേ സിനിമയിൽ നാഗവല്ലി ശോഭന ഇങ്ങനെ ബാക്കിൽ കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ നടക്കില്ലേ, അതേ ഒരു അതിലൂടെയാണ് തിരിച്ചു വരുന്നത്. എനിക്ക് നടക്കണ്ടേ, എനിക്ക് ഇവിടെ നടക്കണ്ടേ, വാ ഇങ്ങോട്ട് വാ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവരല്ലേ അങ്ങോട്ടേക്ക് പോയത്. ഇതെല്ലാം ദൃശ്യങ്ങൾ. ഞാൻ പറയട്ടെ, ഒരു ജനാധിപത്യ രാജ്യത്തിൽ സമരം ചെയ്യുക, പ്രതിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടല്ലല്ലോ. അപ്പൊ ഒരു മന്ത്രി പറയുന്നതാരാ? ഈ CPM-കാര് DYFI പ്രതിഷേധത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖം. ഞാൻ പറയട്ടെ, കരിങ്കൊടിയുമായി വരുന്നു, അത് KSUക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ വരുമ്പോൾ ഇവരെന്തിനാണ് അതിന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് നിൽക്കുന്നത്? എന്താ ധൈര്യം കാണിച്ചതാണ്? പ്രൊവോക്ക് ചെയ്ത് അവരെന്തെങ്കിലും ചെയ്യണം. ഇവരുദ്ദേശിച്ചത് അതാണ്. അവരെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവരൊന്ന് ആക്രമിക്കണം. അപ്പോ അതിലൂടെ സഹതാപ തരംഗം ഉണ്ടാക്കുന്നത് ഒരു വശത്ത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക, അതായത് ആരോഗ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്ത് KSU പ്രവർത്തകർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഷോ കാണിച്ചത്. പക്ഷെ അവർ ഉദ്ദേശിച്ച പോലെ KSU പ്രവർത്തകർ ആക്രമിച്ചില്ല. അതേസമയം ഇത് തിരിച്ച് ഒരു കോൺഗ്രസ് മന്ത്രിയുമായിരുന്നു, അപ്പുറത്ത് SFI-കാരുമായിരുന്നെങ്കിൽ
ഇപ്പൊ റീത്ത് വെക്കേണ്ട സമയം ഉണ്ടാവും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചിട്ടില്ലേ? അന്ന് ഉമ്മൻചാണ്ടി പോലും ഇത്രയും വലിയ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അത് കഴിഞ്ഞ് പരിപാടി പറഞ്ഞ ഇതിന്റെ പേരിൽ ഇവിടെ ഒരു ഹർത്താലോ ഒന്നും നടത്താൻ പറ്റില്ല, അതിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ അക്രമത്തിന് എന്താണ്, തല പൊട്ടിയ മനുഷ്യനാണ്. ഇതൊന്നും ഒന്നും പറ്റിയിട്ടില്ല. വേദന ഉണ്ട് എന്ന് ഇവർ പറയുന്നതാണ്. വേദന ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒടിവ്, ചതവ്, എക്സ്റേ എടുക്കുമ്പോഴും CT സ്കാൻ എടുക്കുമ്പോഴും MRI എടുക്കുമ്പോൾ മറ്റ് ആരോഗ്യ വിവരങ്ങളെല്ലാം അറിയാം. ഏതെങ്കിലും ഒരു മെഷീൻ വെച്ചാല് വേദന ഉണ്ടോ, എത്ര വേദന ഉണ്ട് എന്ന് അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ആ ഒരു വാദവും കൂടെ ഇന്ന് പൊളിഞ്ഞു കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട് ചേച്ചി, വീണ ജോർജിന്റെ വിഷയത്തിൽ ഒരു ചതി പറ്റിയത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. വീണ ജോർജ് ഒരുപാട് വിശ്വസിച്ചിരുന്നു പോലീസുകാരും കൂടെ നിൽക്കും, ആരോഗ്യ പ്രവർത്തകരും കൂടെ നിൽക്കുമെന്ന്. അത് അവര് തെറ്റിച്ചു. ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ലേ ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ അവര് അല്ല, എന്നാലും സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ അങ്ങനെ മാറ്റാൻ പറ്റുമോ? എഴുതി കൊടുക്കുന്നില്ല, മറ്റേ പ്രിന്റ് ഇല്ലേ, എഴുതുന്നതിൽ വേണേലും അവർക്ക് തിരുത്താം, പക്ഷെ എക്സ്റേ ഷീറ്റിൽ മാറ്റാൻ പറ്റുമോ? ഇല്ല, ആരോഗ്യമന്ത്രി അങ്ങനെ അവർക്ക് എത്തിക്സ് ഉണ്ട്, എല്ലാ തരികിടകളും കാണിക്കുന്നതാണല്ലോ ഈ സർക്കാർ. അപ്പൊ അവര് കരുതി കാണും ഇതുപോലെ കൂടെ അങ്ങ് നിൽക്കും. ആരോഗ്യമന്ത്രിയല്ലേ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ എല്ലാവർക്കും ഭയമാണ്. റെസ്പെക്ട് എന്നതിലുപരി ഇടതുപക്ഷ സർക്കാരിനോട് എല്ലാവർക്കും ഭയമാണ്. ഇപ്പൊ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ, ഇപ്പൊ ഈ കോൺഗ്രസ്സുകാരുടെ ഏതെങ്കിലും ഒരു മീറ്റിംഗിലോ എന്തെങ്കിലും ഇരിക്കുന്ന പോലെയാണോ മാധ്യമ പ്രവർത്തകരാവട്ടെ, കാഴ്ചക്കാരാവട്ടെ, അവിടുത്തെ സംഘാടകരാവട്ടെ പെരുമാറുന്നത്? അല്ല, അവിടെ എപ്പോഴും ഭയഭക്തി ബഹുമാനമാണ്, ഭയത്തിൽ നിന്നുണ്ടാവുന്ന ബഹുമാനമാണ് അവിടെ കാണാൻ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ പോലും നമ്മൾ കാണാറുള്ളതല്ലേ? ആരെങ്കിലും തിരിച്ചു ചോദിക്കുവോ? ഇല്ല. ഒരു വാക്ക്, അത് റേഡിയോ പോലെയാണ്, പറയാനുള്ളത് പറയും, കഴിയും. അതിലപ്പുറത്തേക്ക് ഒരു ചോദ്യം വന്നാൽ അവിടെ കട്ട് ചെയ്ത് നിർത്തും. അല്ലാതെ അതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും ചോദ്യമുള്ള ധൈര്യം ആരും കാണിക്കാറില്ലല്ലോ ചേച്ചി പറയും. അപൂർവമായിട്ട് ചിലർ ചോദിക്കാറുണ്ട് എന്നല്ലാതെ. അപ്പൊ ഏതാണ് ചാനൽ എന്ന് ചോദിച്ചിട്ട് ഏതാ ചാനൽ എന്ന് തന്നെ ചോദിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ മിമിക്രി, മോണാക്ട്, നാടകം എല്ലാം അവസാനിച്ചിരിക്കും. കരിങ്കൊടി കാണിക്കുകയല്ലോ, ഉപദ്രവിച്ച കേസുകാർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. കോടതിക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്, ജാമ്യം കൂടി കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഈ പറഞ്ഞാൽ എന്തെങ്കിലും വാസ്തവം ഉണ്ട് എന്ന് പറയാം. ഇന്ന് ജാമ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, ഡിവൈഎഫ്ഐക്കാരുടെ ഒരു ആക്രമണത്തെ അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അവരാണ് ഇപ്പൊ ഈ KSUക്കാർക്കെതിരെ വ്യാജ ആക്രമണ ചരിത്രം കുറിച്ചത്. പക്ഷേ ഇവരുടെ ഈ PR വർക്കുകളെല്ലാം പൊളിയുന്ന പോലെ തന്നെ ഈ ഒരു നാടകവും ഇതോടെ പൊളിഞ്ഞടുങ്ങി എന്ന് തന്നെ പറയാം. അല്ല, ഇനിയിപ്പോ എന്ത് ന്യായീകരണമായിരിക്കും ഈ വിഷയത്തിൽ ഇവർ പറയാൻ പോകുന്നത്? എന്തിനായിരുന്നു, ഒന്നും പറയാനില്ല. ഇനി മിണ്ടാതെ അവിടെ ഇരിക്കില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വന്ന് പറഞ്ഞല്ലോ, എനിക്ക് വയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിവരിക്കേണ്ടി വരുന്നത് എന്തൊരു അവസ്ഥയാണ്. ഒരു സൈഡിൽ ഒരാൾ പറയുന്നു എന്നെ സ്വർണം കെട്ട കള്ളനെന്ന് വിളിക്കരുത് ദയവ് ചെയ്ത്, മറുവശത്ത് വന്നിട്ട് പറയുന്നു വിവരിക്കേണ്ട എന്റെ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കണമെന്നല്ലേ ഇവര് പറയുന്നത്. മൊത്തത്തില് ആരോഗ്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും എല്ലാം പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. കാരണം ജനങ്ങൾ ഇതെല്ലാം തത്സമയം തന്നെ അപ്പപ്പോ കണ്ടോണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെയൊന്നും വളച്ചൊടിക്കാനൊന്നും ഇനി ഇവർക്ക് കഴിയില്ല. രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ എന്തൊക്കെ ഗിമ്മിക്കുകൾ കാണിച്ച് ഇവിടുത്തെ വികസനത്തിന്റെ ഇല്ലാത്ത AI ചിത്രങ്ങൾ കാണിക്കുകയും പണിതീരാത്ത കെട്ടിടങ്ങളിൽ കർട്ടൻ വിരിച്ച് മുഖം മിനുക്കി ഉദ്ഘാടനങ്ങൾ നടത്തിയാലും പണി പൂർത്തിയാകാത്ത കെട്ടിടങ്ങളാണ്. ഒരു സ്പോർട്സ് കായിക വകുപ്പിന്റെ ഒരു ഉദ്ഘാടനത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരേ കെട്ടിടം തന്നെ 3 തവണ ഉദ്ഘാടനം ചെയ്യുക, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. എന്തായാലും CPM-ന്റെ ഇത്തവണത്തെ എല്ലാ പരിപാടികളും പൊളിഞ്ഞതായി തന്നെ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയൊരു വിശദീകരണമായിട്ട് വരാൻ സാധ്യതയില്ല എന്ന് തന്നെ കരുതുന്നു.